നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സംസ്ഥാനത്തെ രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങൾ തെറ്റിക്കും വിധം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് INL. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി ഉണ്ടാക്കിയ ചങ്ങാത്തം UDF കക്ഷികളെ ശിഥിലമാക്കുമെന്നും INL. അടിയന്തരാവസ്ഥയിലും ബാബരി ധ്വംസനത്തിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ വെള്ളപൂശുന്നത്. ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ അവരുടേതായ കാരണങ്ങൾ പറഞ്ഞ മുന്നണികൾക്ക് അതീതമായി പല സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അവരുമായി ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ള ചർച്ചയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ UDFന്റെ വാർ റൂം അടക്കം വെൽഫെയർ പാർട്ടി നിയന്ത്രിക്കുന്ന തലത്തിലാണ്. സെയ്ദ് സാഹിബിനെ ലീഗ് നേതൃത്വം തീവ്രവാദിയാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ആരോപണങ്ങളിൽ ഒരെണ്ണം സെയ്ദ് സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുമായും മാധ്യമപത്രവുമായും സഹകരിക്കുന്നുവെന്ന പേരിലുള്ളതായിരുന്നു. ജമാഅത്തുമായും ലീഗ് പുതിയ രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ചതിനാൽ സെയ്ദ് സാഹിബിന്റെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സമൂഹത്തോടും ലീഗ് നേതൃത്വം മാപ്പ് ചോദിക്കണമെന്നും നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യിൽ, ജനറൽ സെക്രട്ടറി CP അബ്ദുൽ വഹാബ്, ജില്ലാ ഭാരവാഹികളായ നാസർ ചെനക്കിലങ്ങാടി, പറാട്ടി കുഞ്ഞാൻ, PV ഹംസ എന്നിവരും പങ്കെടുത്തു. അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കും തന്നെ LDFന്റെ നേതാക്കന്മാരെ കാണാൻ പറ്റും, ആർക്കും കാണാൻ പറ്റും. അവര് വന്ന് അവരെ കണ്ടു, അവര് പോയി. അതും ഒരു കഴിഞ്ഞ 5-6 മാസമായി, ഇവിടത്തെ 5-6 മാസമല്ല 3-4 വർഷമായി ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവിടത്തെ UDFകാരും തമ്മിൽ നടക്കുന്ന ചർച്ചയും അണിയറ ഹോട്ട്ലൈൻ കണക്ഷനും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളും ആ ഒരു പത്രവും ഒരു അതിന്റെ ചാനൽ മുഴുവനും തന്നെ ഒരു മുന്നണിക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന അതും തമ്മിൽ ഒരു കാരണം ചെയ്യുന്നത് എന്ത് വിഡ്ഢിത്തമാ. ഏതോ 2-3 പേരും അതിലൊരു സ്വാമിയുണ്ട്, ഏതോ സ്വാമിന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം വന്ന് ഇവിടുന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ. ആരെ അയച്ചു അവരോട് എന്താണ് LDF നേതാക്കന്മാർ പറഞ്ഞത്? നിങ്ങൾ വോട്ട് മുഴുവൻ കൊണ്ടാന്ന് പറഞ്ഞു. ഇത് വെറുതെ ഇല്ലാത്ത വാർത്ത, ശൂന്യതയിൽ നിന്ന് വാർത്ത ഉണ്ടാക്കുന്ന വളരെ വൃത്തികെട്ട ജേർണലിസത്തിന്റെ ഏറ്റവും ജീർണ മുഖമാണ് ഈ സംഭവം. അതിനെ പൊടിപ്പിക്കല്ല വേണ്ടത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.